بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد إن شاء الله ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ പഠിക്കുക എന്നത് മറ്റേതൊരു വിഷയത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് എന്നത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും അത് നിലകൊള്ളുന്നത് ഇസ്ലാമിൽ അവനുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നത്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നത്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത്, അവൻ്റെ കിതാബിൽ വിശ്വസിക്കുന്നത്, മലായികത്തുകളിൽ വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ ഖദറിൽ വിശ്വസിക്കുന്നത്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരുത്തൻ്റെ വിജയവും പരാജയവും. ആരാണോ സത്യവിശ്വാസിയായത് അവൻ മാത്രം വിജയിക്കുന്ന ഒരു ദിവസം നമുക്കെല്ലാവർക്കും കടന്നു വരാനുണ്ട് എന്നതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അഖദിയായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കൽ ഒരുത്തന്, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ചെറുതും വലുതുമായ ഗ്രന്ഥങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഈ ദുഹറിന് ശേഷമുള്ള ഈ സമയത്ത് ഒരു നിശ്ചിത സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ വന്ന ഒരു കിതാബ് വായിക്കാനും പഠിക്കാനും ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ടെത്തുകയും അതിനുശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തമ്മിമ അത് പഠിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആദ്യമായി തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മളുടെ ഉലമാക്കൾ നസീഹത്ത് ചെയ്യാറുള്ള ഒരു കിതാബാണ് അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥം. അൽ ഉസൂലു അസ്സലാസ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം രചിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയാണ്. അദ്ദേഹം 1115 ഹിജ്റ 1115 ഉയൈനയിൽ, സൗദി അറേബ്യയിലെ റിയാദ് ഭാഗത്തുള്ള ഉയൈനയിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ നല്ല ഒരു കുടുംബത്തിലാണ്, അതായത് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ അവിടെ നിന്നും 10 വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യുകയും അതുപോലെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ദീന് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഇൽമിൻ്റെ അടിസ്ഥാനപരമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന മത്നുകൾ അത് ഹിഫ്ള് ചെയ്യുകയും അതുപോലെ തന്നെ ഫിഖ്ഹും തഫ്സീറും ഹദീസുമെല്ലാം തൻ്റെ പിതാവിൻ്റെ അടുക്കലും നാട്ടിലെ ഉലമാക്കളുടെ അടുക്കലുമെല്ലാം പഠിക്കുകയും അവരുടെ അടുക്കലുള്ള അറിവുകൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മശായിഖന്മാരുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യം കാണിക്കുന്ന, അദ്ദേഹത്തിൻ്റെ
ബുദ്ധി പാടവത്തിൽ വൈഭവത്തിൽ അദ്ദേഹത്തോട് ഇഷ്ടം കാണിക്കുന്ന അത്ഭുതം കൂറുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുന്നതിലും തഫ്സീർ പഠിക്കുന്നതിലും അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തും ചരിത്രവും പഠിക്കുകയും അതിൽ നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. ഒരുപാട് റിസാലകളിലും കിതാബുകളിലുമായി അതിൽ നിന്നും സാംശീകരിച്ച കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? രചിക്കുകയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എന്നിങ്ങനെയുള്ള ഉലമാക്കൾ, പ്രത്യേകിച്ച് ഈ രണ്ടുപേർ, അവരുടെ കിതാബുകൾക്ക് മേൽ ഇഅ്തികാഫ് ചെയ്യുകയും ചെയ്തു. അതായത് അവർ അവയെ നന്നായി പഠിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് അഖീദയുടെ കിതാബുകൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇദ്ദേഹത്തെ പോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാവുന്ന ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിൻ്റെ കിതാബുകളാണ് അദ്ദേഹം കൂടുതൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പോലും പറഞ്ഞത് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ആയിരുന്നു, ഇപ്പോഴുമാണ് സത്യത്തിൻ്റെയും നീതിയുടെയും ആളുകളുടെ അടുക്കൽ ഇനിയും അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം തന്നെയായിരിക്കും, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല. അപ്പോൾ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമാണ് എന്ന വിഷയത്തിൽ ആർക്കും, നീതിയുടെയും ന്യായത്തിൻ്റെയും സത്യസന്ധതയുടെയും ആളുകൾക്ക് ഒരു സംശയവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹറമൈനിലെ മക്കയിലെയും മദീനയിലെയുമൊക്കെ പണ്ഡിതന്മാരിൽ നിന്നും, ബസറയിലെയും ഇറാഖിലെയും ഒക്കെ പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ പഠിക്കുകയും അവിടേക്ക് അതിനുവേണ്ടി യാത്ര ചെയ്യുകയുമൊക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം തൻ്റെ നാട്ടിലേക്ക് കടന്നു വരികയും ആ നാട്ടിലെ അവസ്ഥ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയും ചെയ്തപ്പോൾ, അതിലേക്കൊന്ന് നോക്കുകയും ചെയ്തപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരുടെ ബിംബങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന, അവരുടെ ഖബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന, കുട്ടികളെ കിട്ടാൻ വേണ്ടി തൊട്ടിൽ കെട്ടുന്ന, അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളുടെയും സ്വഹാബികളുടെയും ഒക്കെ പേരുകളിൽ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അന്നത്തെ അദ്ദേഹം കടന്നു വന്നപ്പോഴുള്ള അവസ്ഥ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാഠങ്ങൾ ഉലമാക്കളിൽ നിന്നും പഠിച്ചു വന്ന അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി ദഅവത്ത് നടത്തി. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇസ്ലാം എന്നത്, അതിൻ്റെ ശുദ്ധമായ അഖീദ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്നാലോ തൻ്റെ പിതാവ് താമസിക്കുന്ന ഹുറൈമില എന്ന് പറയുന്ന സ്ഥലത്ത് ദഅവത്തുമായി മുന്നേറാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചപ്പോൾ, അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ അവിടെ നിന്നും പുറത്താക്കപ്പെടുകയുണ്ടായി. പിന്നീട് ഉയൈന, ജനിച്ച ഉയൈനയിലേക്ക് പോവുകയും അവിടെയും അദ്ദേഹം സ്ഥിരമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് ദർഇയയിലേക്ക് പോവുകയും അവിടെ അതിന്, ഈ ദഅവത്തിന്, തൗഹീദിൻ്റെ പ്രചാരണത്തിന് സ്വീകാര്യത ലഭിക്കുകയും അതിൻ്റെ അമീറായ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹം ഇതിനെ
സ്വീകരിക്കുകയും ഈ സത്യത്തെ മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീൻ അതുപോലെ നിലനിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുമുണ്ടാവുകയും രണ്ടുപേരും കൂടെ ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ ഇൽമും ദഅവത്തും അതുപോലെ തന്നെ ഭരണാധികാരിയുടെ ശക്തിയും ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രണ്ടിനെയും ഒരുമിപ്പിച്ചപ്പോൾ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ദഅവത്തുമായി അതിശക്തമായി മുന്നിലേക്ക് പോയി. നാടുകളിലെ ഉലമാക്കളെയും അതുപോലെ തന്നെ നേതാക്കന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരിലേക്ക് കത്തയച്ചു. അവർ വീണിട്ടുള്ളതായ മുഖാലഫാത്തുകൾ നമുക്കറിയാം. ഇബ്നു അഖീൽ റഹിമഹുല്ലാ പറയുന്നതായി ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം ഹിജ്റ 400കളിൽ ജീവിച്ചിരുന്ന മഹാനായ ഇമാമാണ്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം ഇബ്നു അഖീൽ റഹിമഹുല്ലയിൽ നിന്നും ഉദ്ധരിക്കുന്ന വിഷയം എന്താണ്? ഈ ഖബറുകൾക്കിടയിൽ അരികൾ അതിനെ കെട്ടിപ്പൊക്കുന്നതും അതിൻ്റെ അടുക്കൽ സിറാജ് അതായത് വിളക്ക് തെളിക്കൽ നടക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ആവശ്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പേപ്പർ ഇടുകയും ചെയ്യുക എന്നത് ആളുകൾ കടത്തിക്കൂട്ടിയ പൊതുജനങ്ങൾ കടത്തിക്കൂട്ടിയ പതിവുകളിൽപ്പെട്ടതാണ്. ആ പതിവുകൾ കാരണത്താൽ അക്കൂട്ടർ എൻ്റെ അടുക്കൽ കാഫിറുകളാണ് എന്ന് ഇബ്നു അഖീൽ റഹിമഹുല്ലാ പറഞ്ഞതായി ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഹിജ്റ 400കളിൽ പറഞ്ഞ് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ദീനിനെ കുറിച്ച് അറിവുള്ള മുഴുവൻ പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം അബ്ദുല്ലാഹ് ഇബ്നു യാസീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും തൗഹീദിനു വേണ്ടി അദ്ദേഹം ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ ഇങ്ങനെയുള്ള മുജദ്ദിദീങ്ങൾ പ്രത്യേക ശ്രദ്ധ കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം അഹ്മദ് ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തൗഹീദിനു വേണ്ടി ശക്തമായി നിലകൊണ്ടത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ അത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ശരി, എന്നാൽ ഈ കാലഘട്ടത്തിലും ആ കാര്യത്തെ ഉയർത്തിപ്പിടിച്ച, അതായത് 1115 ജനിച്ച 1200കൾക്ക് മുമ്പ്, അതായത് 12ാം നൂറ്റാണ്ടിൽ ഹിജ്റ 12ാം നൂറ്റാണ്ടിൽ ഈ കാര്യത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത, ബാധ്യത ഏറ്റെടുത്ത ഇമാമായിരുന്നു, മുജദ്ദിദായിരുന്നു ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. അങ്ങനെ അദ്ദേഹം ആളുകളിലേക്ക് കത്തുകൾ എഴുതി, മുഖാലഫാത്തുകളെ വിവരിച്ചു, കിതാബുകൾ രചിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ റിസാലകൾ അത് പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി. ആളുകൾക്ക് ബാത്തിലിൽ സംശയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഈ ദഅവത്തിന് ആരാണോ ഹക്ക് ആഗ്രഹിച്ചത് അവർ ഉത്തരം നൽകുന്ന അവസ്ഥയിലെത്തി. അവസാനം ശൈഖുൽ ഇസ്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിക്കേണ്ടി വന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതിൻ്റെ പ്രചാരണത്തിനു വേണ്ടി ആ ആളുകളിലേക്ക് ഹുജ്ജത്ത് കൊണ്ട് ആളുകളിലേക്ക് കടന്നു ചെല്ലാനും തൻ്റെ നാവ് കൊണ്ട് ആ കാര്യത്തെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ആലു സഊദ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹം അവർ എന്തു ചെയ്യാനും നാടുകൾ ഈ ദഅവത്തിനു വേണ്ടി പാകപ്പെടുത്താൻ, അതായത് ഈ ദഅവത്തിന് മുന്നിൽ തടസ്സം നിൽക്കുന്ന നാടുകൾ ആ നാടുകളിലേക്ക് കടന്നു ചെല്ലുകയും ഈ ദഅവത്തിനുള്ള വഴിവെട്ടിപ്പാകം ചെയ്തു കൊടുക്കാൻ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലയെ പോലെയുള്ള ആലു സഊദ് അവരും തയ്യാറായപ്പോൾ, ശക്തിയും ദഅവത്തും ഒരുമിച്ച് കൂടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രീതികളിൽ പെട്ട ഒന്ന് തന്നെയാണ് ഈ ദഅവത്തും. അതുപോലെ തന്നെ ശക്തിയും ഒരുമിച്ച് കൂടിയാൽ ഈ ദഅവത്തിനുള്ള വേരോട്ടം അത് അധികരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ ദീനിൽ നമ്മൾ കണ്ടിട്ടുള്ള അവൻ്റെ സലഫു സ്വാലിഹീങ്ങളിൽ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലും കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. ഇസ്ലാമിൻ്റെ പ്രചരണം ഈ രണ്ട് രൂപത്തിലും നടന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ ദഅവത്ത് അത് ആളുകൾ സ്വീകരിക്കുകയും അങ്ങനെ സൗദി അറേബ്യ എന്ന വലിയ ഒരു പ്രദേശം യഥാർത്ഥ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി, വലിയൊരു രാജ്യമായി അള്ളാഹുവിൻ്റെ ദീൻ ഇന്നും അതുപോലെ നിലനിർത്തുന്ന ഒരു രാജ്യം ഇല്ലാത്ത രൂപത്തിൽ ആ ദഅവത്ത് വളരുകയും ആ ദഅവത്തിൻ്റെ കിരണങ്ങൾ ലോകത്താകമാനം വീശിയടിക്കുകയും ചെയ്തു. ലോകത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വെളിച്ചം ഈ ഒരു ദഅവത്തിനാൽ പുനരുജ്ജീവിക്കപ്പെട്ടു എന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അത്രമാത്രം ബറക്കത്താക്കപ്പെട്ട ഒരു ദഅവത്തായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ദഅവത്ത്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് കിതാബു തൗഹീദ്, അതിൽപ്പെട്ടതാണ് കശ്ഫു ശുബഹാത്ത്, അതിൽപ്പെട്ടതാണ് അൽ കബായിർ, അതുപോലെ നമ്മളുടെ കയ്യിലിരിക്കുന്ന അൽ ഉസൂലു സലാസ, അതുപോലെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനുണ്ട്. മുഖ്തസറു സാദിൽ മആദ് എന്നിങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഹിജ്റ 1206 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഉത്തമമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് അൽ ഉസൂലു സലാസ. അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞാൽ മൂന്ന് അടിസ്ഥാനങ്ങൾ. ഏതാണ് ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ? ഇസ്ലാമിലെ അടിസ്ഥാനങ്ങളിൽ 3 എണ്ണമാണിത്. ആ 3 എണ്ണം പ്രത്യേകമായി അദ്ദേഹം കൊണ്ടുവരാനുള്ള കാരണം നാളെ ഖബറിൽ ചോദിക്കപ്പെടുന്ന 3 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അങ്ങനെ ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുന്ന 3 കാര്യങ്ങൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട അഖീദയുടെ വിഷയങ്ങളായിരിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല. അതിനാൽ ഈ 3 കാര്യങ്ങൾ, ആ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതാണ് ആ കാര്യങ്ങൾ? മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക എന്നീ 3 ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരമാണ് അദ്ദേഹം ഈ ഉസൂലു സലാസയിൽ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ വായന ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശറഹകൾക്ക് വേണ്ടി നമ്മൾ അവലംബമാക്കുന്നത് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ബഹുമാന്യനായ സഹോദരൻ അബു അബ്ദുല്ലാ മിഖ്ദാദ് ബിൻ അലി അൽ മലൈബാരി, നമ്മളുടെ മിഖ്ദാദ് ക, അദ്ദേഹം ജംഅ ചെയ്ത ഖുലാസത്തു ശുറൂഹിൽ ഉസൂൽ സലാസ ലിൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല എന്ന് പറയുന്ന ഈ ഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ് ഇത് മുഴുവനായി വായിക്കുക എന്നതല്ല, മറിച്ച് ഇതിലെ ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് അതായിരിക്കും ഈ നമ്മൾ ഈ ഉസൂൽ സലാസ എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ വായനയ്ക്ക് ഉപയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മിഖ്ദാദ് ക, നമുക്കറിയാം നമ്മളുടെ മലയാളിയായ, നമ്മളിൽ നിന്നും മുന്നേ യമനിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി കടന്നു ചെന്ന മഹാനായ നമ്മളുടെ ഒരു മഹത്വമുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം ഉസൂലു സലാസ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച, അദ്ദേഹം മനസ്സിലാക്കിയ, അല്ലെങ്കിൽ നല്ലതെന്ന് മനസ്സിലാക്കിയ ഷറഹുകളെ, 3 ഉലമാക്കളുടെ ഷറഹുകളെ ഒരുമിപ്പിച്ചതാണ് ഈ 3 ഷറഹുകൾ. ഒന്ന് ഷെയ്ഖ് അൽ അല്ലാമ അൽ ഉഥൈമീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഖാസിം റഹിമഹുമുല്ലാഹ് വഹഫള ഷെയ്ഖ് അൽ ഫൗസാൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.